നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. പാകിസ്ഥാനെ ഒതുക്കാൻ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കും എന്ന് ഒടുവിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താരിഫിൽ മാത്രമേ അമേരിക്ക ഇന്ത്യയ്ക്കൊപ്പം പൊരുതുന്നുള്ളൂ. പക്ഷേ തീവ്രവാദത്തെ തുരത്താൻ ഇന്ത്യയ്ക്കൊപ്പം തന്നെയാണ്. അത് തങ്ങളുടെ പിന്തുണയാണെന്നും നരേന്ദ്രമോദിക്കുള്ള തങ്ങളുടെ ഉറച്ച പിന്തുണയും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിനുള്ള ഐക്യദാർഢ്യവും ആവർത്തിച്ചിരിക്കുകയാണ് അമേരിക്ക. സ്ഥിതിഗതികൾ രൂക്ഷമായി നിരീക്ഷിക്കുകയാണെന്നും ഭീകരതയ്ക്കെതിരെ അമേരിക്ക ഇന്ത്യയ്ക്കൊപ്പം ശക്തമായി നിലകൊള്ളുന്നുവെന്നും US വ്യക്തമാക്കി. പഹൽഗാം ആക്രമണത്തെ തുടർന്നുണ്ടായ സംഘർഷ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ട്രംപ് ഭരണകൂടം ഇരു രാജ്യങ്ങളുമായി ആശയവിനിമയം തുടരുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനുമായി അമേരിക്ക ഉന്നതതല നയതന്ത്ര ബന്ധം പുലർത്തുന്നതിനിടയിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയ്ക്കും പിന്തുണ അറിയിച്ചുകൊണ്ട് തുടർച്ചയായ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത്. ഇത് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചതു ശേഷമാണ്. ബുധനാഴ്ച US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫുമായും സംസാരിച്ചു. കാശ്മീരിലെ മനസ്സാക്ഷിയില്ലാത്ത ആക്രമണത്തെ അപലപിക്കേണ്ടതുണ്ടെന്ന് പാകിസ്ഥാനെ ഓർമ്മപ്പെടുത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി അന്വേഷണത്തിൽ സഹകരിക്കുവാനും ആവശ്യപ്പെട്ടിരുന്നു. ആണവായുധ ശേഷിയുള്ള ഇരു രാജ്യങ്ങളോടും സംഘർഷം ലഘൂകരിക്കുവാനും ദക്ഷിണേന്ത്യയിൽ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിന് സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും അപലപിക്കുകയും ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതേസമയം പാകിസ്ഥാനെ പൂർണ്ണമായി വിമർശിക്കുവാനും അമേരിക്ക തയ്യാറായിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാക്കുകയും സംഘർഷം വർദ്ധിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരു മധ്യസ്ഥ ശ്രമത്തിനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. പാകിന്റെ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായ നിലപാടാണ് കൈക്കൊണ്ടത്. സിന്ധു നദീജല കരാർ റദ്ദാക്കുകയും പാക് പൗരന്മാരെ ഇന്ത്യയിൽ നിന്നും തുരത്തി. വ്യോമ അതിർത്തിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. മരുന്നുകൾ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യ നിർത്തി. ഇതോടെയാണ് പാക് ആണവായുധം പ്രയോഗിക്കുമെന്ന ഭീഷണി ഉയർത്തിയത്. എന്നാൽ ഭീഷണികൾക്ക് ഇന്ത്യ കൃത്യമായ തിരിച്ചടി നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായും ആകെ തകർന്ന തരിപ്പണമാണ് പാകിസ്ഥാൻ. പിന്നെ എന്ത് കണ്ടിട്ടാണ് ഈ അഹങ്കാരം ഇന്ത്യയോട് കാണിക്കുന്നതെന്നറിയില്ല. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.